നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനൊരു വീട് വേണം എന്നുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുടുംബത്തോടൊപ്പം ഏറെ ആനന്ദത്തോടു കൂടിയും ഏറെ സന്തോഷത്തോടു കൂടിയും ആയിരിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിന്റെ വിഷയത്തിൽ ഒരു വീടിനെ ആഗ്രഹിക്കുന്നതിനേക്കാൾ നാളെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ആ സ്വർഗത്തിലെ ഒരു വീട് നേടിയെടുക്കുവാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടത്. എന്നാൽ അതങ്ങനെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നുമില്ല. എന്നാൽ വിശുദ്ധ ഖുർആനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചില വിഷയങ്ങൾ, ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ പ്രിയപ്പെട്ടവരെ, കുടുംബത്തോടൊപ്പം നമുക്ക് സ്വർഗത്തിലേക്കും ആ സ്വർഗത്തിലെ വീടിനെ നമുക്ക് കരസ്ഥമാക്കുവാനും നമുക്ക് സാധ്യമാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബം ആദർശ നിഷ്ഠയുള്ള കുടുംബമായിരിക്കണം. അഥവാ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം. ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന കുടുംബമായി നമ്മുടെ കുടുംബം മാറേണ്ടതുണ്ട്. വിശ്വാസികളെ, എല്ലാ പ്രവാചകന്മാരും എല്ലാ അമ്പിയാക്കളും ആദ്യമായി ക്ഷണിച്ചത് ആ തൗഹീദിലേക്കായിരുന്നു. നമുക്ക് മുൻകഴിഞ്ഞു പോയ ചരിത്രങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും ആദ്യമായി ക്ഷണിച്ചത് തൗഹീദിലേക്കായിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, വലഖദ് അർസൽനാ ഇലാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. വിശ്വാസികളെ, എത്ര സുന്ദരമായ വചനമാണ്. ആദ്യമായി കൊണ്ട് ആ പ്രവാചകൻ തന്റെ സമൂഹത്തോട് പറഞ്ഞത് അനി അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ എന്നുള്ളതാണ്. ആ ഒരു തൗഹീദിന്റെ പ്രഖ്യാപനം പ്രവാചകന്മാർ നടത്തി. നമ്മുടെ നമസ്കാരത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ മഗ്‌രിബ് നമസ്കരിച്ചപ്പോൾ പോലും അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു പോയി, നമ്മൾ പറഞ്ഞുപോയി, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു റബ്ബേ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു റബ്ബേ. അതുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ ചൊവ്വായ നേരായ പാതയിലൂടെ കൊണ്ടുപോകണമേ എന്നാണ്. ലോകത്ത് കോടിക്കണക്കിന് മാർഗങ്ങൾ ഉണ്ടായേക്കാം. മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ, മരണശേഷമുള്ള ജീവിതത്തെ അംഗീകരിക്കുന്നവനാകട്ടെ അംഗീകരിക്കാത്തവനാകട്ടെ, വിശ്വാസികളെ, തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ കൃത്യമാകണം, അത് പ്യുവറായിരിക്കണം. അതുകൊണ്ടാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ തൗഹീദിന്റെ വിഷയത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും റബ്ബുണർത്തിയത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നബിയേ, താങ്കളാണ് എന്നിൽ ശിർക്ക് ചെയ്തെങ്കിൽ താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകും നബിയേ എന്നാണ്. ആരാണ് പ്രവാചകൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനാണ്. നാളെ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ ആദ്യമായി അല്ലാഹുവിന്റെ അനുമതി പ്രകാരം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവാചകനാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ തന്റെ സമൂഹത്തോട് ആദ്യമായി തൗഹീദ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ പൊന്നുമോന് കൊടുക്കുന്ന സൂറത്തുൽ ലുഖ്മാനിലെ 10 ഉപദേശങ്ങളെ നമ്മൾ ഇങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോ, രക്ഷിതാക്കളെ, ആ പിതാവ് ഉപദേശിക്കുകയാണ്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്.
ആ കുഞ്ഞുമോന്റെ വിശ്വാസ മേഖലയാണ് ആ പിതാവ് ആദ്യമായി ശരിയാക്കുന്നത്. നോക്കൂ നിങ്ങൾ, എന്നിട്ടാണ് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തൗഹീദ് പഠിപ്പിക്കുന്ന വിഷയത്തിൽ, അത് പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മുടെ കുടുംബം ഏറ്റവും മുൻപന്തിയിലാകണം. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവായ ആസറിനെ ഉപദേശിക്കാൻ നമുക്ക് കാണുവാൻ കഴിയും. യാ അബത്, എന്റെ പൊന്നു പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഒന്നും കാണുകയോ ഒന്നും കേൾക്കുകയോ ചെയ്യാത്ത ഈ ബിംബങ്ങളോട് എന്തിനാണ് പിതാവേ താങ്കൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ, ഒരു പിതാവിന്റെ അടുക്കൽ നിന്ന് അനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നാളെ പരലോകത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ആസറും തമ്മിൽ വെച്ചുണ്ടാകുന്ന ഒരു സംഭാഷണം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, പിതാവേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ അന്ന് നിങ്ങളോട് എന്ന് പറഞ്ഞ് സങ്കടത്തിന്റെ വാക്കുകൾ പറയുമ്പോ ആ പിതാവ് പറയുകയാണ്, ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എല്ലാം അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അവിടുന്ന് കാര്യമില്ല. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനെ ഉപദേശിച്ചതുപോലെ, മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ പൊന്നുമോനെ ഉപദേശിച്ചതുപോലെ, മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാർ തന്റെ സമൂഹത്തെ ഉപദേശിച്ചതുപോലെ, രക്ഷിതാക്കളെ, നമ്മുടെ കുടുംബത്തോടും തൗഹീദ് പറയാൻ നമുക്ക് കഴിയണം. എല്ലാവിധ ശിർക്കിന്റെ മേഖലകളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്ലിയറാക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ കലവറയാണ്. അല്ലദീ ഖലഖലകും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ ഈ ജീവിതം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അല്ലേ? നമ്മുടെ സൃഷ്ടിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി റബ്ബ് നമ്മളെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ കൃത്യമായ വിജയം കൈവരിക്കുന്ന ആളുകൾക്ക് മാത്രമേ നാളെ പരലോകത്ത് രക്ഷയുള്ളൂ. ഈ ഒരു സത്യം നമ്മൾ കൃത്യമായി കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ ശിർക്കിന്റെ എല്ലാ മേഖലകളിൽ നിന്നും നമ്മുടെ കുടുംബത്തെ നമ്മൾ ക്ലിയർ ആക്കണം. അല്ലേ? ഒരു ചരടോ ഒരു തകിടോ മറ്റുള്ള എന്തെങ്കിലും ഏലസോ ഒന്നും നമ്മുടെ കുട്ടിയുടെ ശരീരത്തിലോ നമ്മുടെ ഉമ്മയുടെ ശരീരത്തിലോ നമ്മുടെ ഉപ്പയുടെ ശരീരത്തിലോ ഉണ്ടാകാൻ പാടില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണ് എന്നുള്ളതാണ്. അങ്ങനെ ആ ശിർക്കിൽ നിന്ന് മുക്തമായി പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, ആ സ്വർഗത്തിലെ വീടിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പരിശ്രമിക്കുക. വിശുദ്ധ ഖുർആനിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും സ്വർഗത്തെ കുറിച്ച് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലേ? നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. മാലാ ഐനും റഅത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ആഗ്രഹമില്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹമില്ലേ നമുക്ക്? അതെ, അതുകൊണ്ട് ആ സ്വർഗത്തിന് പ്രവേശിക്കുവാനുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾ നന്നാകാൻ വേണ്ടി അതിന്റെ ഒക്കെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുവേ, ആ സ്വർഗം നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ആ സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണം. വിശുദ്ധ ഖുർആനിൽ റബ്ബ് നമ്മളോട് പറയുകയാണ്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിനു വേണ്ടിയും ആ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിനും വേണ്ടി വിശ്വാസികളെ, നിങ്ങൾ ഒരാളെ മറ്റൊരാളെ തോൽപ്പിക്കുമാറ് ആവേശത്തോടെ ഉത്സാഹത്തോടെ നിങ്ങൾ കടന്നു വരണേ എന്നാണ്.
നോക്കൂ പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ വിഷയത്തിലെല്ലാം പരലോകത്തിന്റെ വിഷയത്തിൽ ആത്മാർത്ഥമായി കുടുംബത്തോടൊപ്പം മത്സരിക്കാൻ നമുക്ക് സാധ്യമാകണം. തഹജ്ജുദിന് എന്നും എണീക്കുന്ന ഉമ്മയാണോ, നാളെ മകൻ വിചാരിക്കണം ആ ഉമ്മയേക്കാൾ നേരത്തെ ഞാനായിരിക്കും നാളെ എണീക്കുന്നത്. അങ്ങനെ മാത്സര്യ ബുദ്ധി പരലോകത്തിന്റെ വിഷയത്തിൽ വേണം. അങ്ങനെ ആ സ്വർഗത്തിൽ ഒരു വീട് നേടിയെടുക്കുവാൻ ഉമ്മയും ഉപ്പയും മക്കളും ഭാര്യയും ഭർത്താവും കുടുംബങ്ങൾ ഒന്നിച്ചാഗ്രഹിക്കുമ്പോൾ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള ഏതാനും ചില മാർഗങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നോക്കിയേ നിങ്ങൾ, അതിനേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽ സൂചിപ്പിച്ച വിഷയമാണ് തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം. തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം, സുന്നത്തിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ജീവിതം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. തീർച്ചയായും വിശ്വസിച്ച ആളുകൾ, വിശ്വാസം കൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് മാത്രം രക്ഷപ്പെടൂല. വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളുകയും ചെയ്ത ആളുകൾ, ലനുബവ്വിഅന്നഹും മിനൽ ജന്നതി ഖുറഫാ, അവർക്ക് നാം സ്വർഗത്തിൽ ഉന്നത സൗധങ്ങളിൽ താമസ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹ് പറയാണ്, എങ്ങനെ? വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, അവർക്ക് സ്വർഗത്തിൽ ഭവനമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഉണർത്തുകയാണ്. ആലോചിക്കു പ്രിയപ്പെട്ടവരെ, ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്ന് ഒന്നാമത്തെ വെള്ളിയാഴ്ചയും കടന്നു പോയപ്പോ, കഴിഞ്ഞു പോയ ദിനരാത്രങ്ങളിൽ എത്ര നന്മകളാണ് റബ്ബിന്റെ അടുക്കലേക്ക് നമ്മൾ മാറ്റിവെച്ചത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. നോക്കിയേ നിങ്ങള്, ആ റബ്ബിന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തെ കരസ്ഥമാക്കുവാനും ആ സ്വർഗത്തിലൊരു വീട് നമുക്ക് നേടിയെടുക്കുവാനും തൗഹീദ് കാരണമാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തെ നിർമ്മിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട് എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. സഹോദരിമാരെ, രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, നമ്മുടെ വീടിനെ നമ്മൾ എത്ര ഭംഗിയോട് കൂടിയിട്ടാ കൊണ്ടു നടക്കുന്നത്. അടിച്ചു തുടച്ച് വൃത്തിയാക്കി, ഏതെങ്കിലും ഒരു ടൈലൊന്ന് ഇളകിയാൽ, എന്തെങ്കിലും ഒരു ന്യൂനത സംഭവിച്ചു പോയാൽ എത്ര പെട്ടെന്നായിരിക്കും നമ്മൾ അതിനെ കൃത്യമാക്കുക, വൃത്തിയാക്കുക. എന്നാൽ അതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ പള്ളികളാണ്. അഹബ്ബൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ പള്ളികളാണ്. ആ പള്ളിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ല. ആരെങ്കിലും അല്ലാഹ്ക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ, വിശ്വാസികളെ ശ്രദ്ധിക്കണം, നമ്മള് ഈ ഭൂലോകത്ത് നമ്മൾ നിർവഹിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. ആരെങ്കിലും റബ്ബിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ അതുപോലത്തെ ഒരു വീട് അവൻക്ക് വേണ്ടി അല്ലാഹ് സ്വർഗത്തിൽ വെച്ചു കൊടുക്കുമെന്നുള്ളതാണ്. ആ പള്ളിയെ പരിപാലിക്കാൻ, ആ പള്ളിയെ ശ്രദ്ധിക്കാൻ, ആ പള്ളിയുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധ കാണിക്കാൻ, അവിടുത്തെ എല്ലാ ദീനിന്റെ മേഖലകളിലും സജീവമാകാൻ, ആ മഹല്ലുമായി ബന്ധപ്പെട്ട് കഴിയുന്ന പാവങ്ങളെ സഹായിക്കാൻ, ആ പള്ളിയിലുള്ള മാലിന്യങ്ങളെ എടുത്തു നീക്കാൻ അവിടെ നമ്മൾ ഒന്നും നോക്കാൻ പാടില്ല. പലപ്പോഴും ആളുകൾ ചെയ്യുന്നറിയോ? എന്താ ചെയ്യാ? ഇതിനൊക്കെ ഇവിടെ ആളുണ്ടല്ലോ, ഇതൊക്കെ നോക്കാനും ഇതൊക്കെ ശ്രദ്ധിക്കാനും ഇവിടെ ആളുണ്ടല്ലോ എന്ന് കരുതി എന്ത് ചെയ്യും? ആ നന്മ നമ്മൾ നഷ്ടപ്പെടുത്തും, അല്ലേ? ഇപ്പൊ നമ്മൾ പള്ളിയിൽ കയറുമ്പോ വെറുതെ ഒരു ഫാന് കറങ്ങുകയാണെങ്കിൽ നമ്മളത് ഓഫാക്കണം. വെറുതെ ഒരു ലൈറ്റ് കത്തുകയാണെങ്കിൽ നമ്മളത് ഓഫാക്കണം. നമ്മുടെ വീടിനേക്കാൾ സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ ഭവനത്തെയാണ്. മാത്രമല്ല, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളോട് വിളിച്ചു ചോദിക്കുകയാണ്, ഐന ജീറാനി, ഐന ജീറാനി, എന്റെ അയൽക്കാരെവിടെയാണ്,
എന്റെ അയൽപ്പക്കക്കാരെവിടെയാണ്? മലായിക്കത്തുകൾ ചോദിക്കുന്നു, റബ്ബേ നിന്റെ അയൽക്കാരനാകാൻ അവകാശമുള്ളത് ആർക്കാണ്? ആ സന്ദർഭത്തിൽ അല്ലാഹ് ചോദിക്കുന്നു, ഐന അമ്മാറൽ മസാജിദ്, പള്ളി പരിപാലിച്ചവരെവിടെ? പള്ളി പരിപാലിച്ചവരെവിടെ? എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും സ്വന്തം പേരക്കുട്ടികളെ പരിപാലിക്കുന്നത് പോലെ 24 മണിക്കൂറും അള്ളാഹുവിന്റെ പള്ളിയിലാണ് അവര്. അവരുടെ വീടിനേക്കാൾ അവരുടെ ശ്രദ്ധ പള്ളിയിലാണ്. അവരുടെ ഓഫീസിനേക്കാൾ, അവരുടെ സ്ഥാപനത്തെക്കാൾ, അവരുടെ കച്ചവടത്തെക്കാൾ എല്ലാറ്റിനും വലുതായി അവർ കാണുന്നത് അള്ളാന്റെ ഭവനത്തെയാണ്. അവർക്ക് അതിനുള്ള പ്രതിഫലം നാളെ അള്ളാഹു കൊടുക്കും. അതുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് എന്ത് നന്മകൾ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആ സ്വർഗത്തിൽ നമുക്കൊരു വീട് തരുമെന്നാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെയാണ് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത്, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരുപാട് നിഅമത്തുകൾ ഉണ്ടെങ്കിലും അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു നിഅമത്താണ് ആരോഗ്യം എന്നുള്ളത്, അല്ലേ? അത് വലിയൊരു സമ്പത്താണ്. അല്ലേ? ആ ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സ്റ്റെപ്പ് വെച്ച് മറ്റൊരു സ്റ്റെപ്പിലേക്ക് നമ്മുടെ കാല് പൊന്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയ എത്രത്തോളം അറിയോ? ഇതിനൊന്നും കഴിയാത്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കുടുംബത്തിലെ രോഗികളെ നമ്മൾ സന്ദർശിച്ചോ? എത്ര രോഗികൾ ആഗ്രഹിക്കുന്നു എന്റെ അടുത്തേക്ക് ഒരാൾ വന്നുകൊണ്ട് എന്നെ ഒന്ന് സന്തോഷപ്പെടുത്തിയിരുന്നെങ്കിൽ, എന്നോടൊന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ ആദർ റജുലു അഖാഹു ഔ സാറ, ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുന്ന തന്റെ സഹോദരനെ പോയി സന്ദർശിച്ചാൽ അയാളോട് റബ്ബ് പറയും, തിബ്ത വതാബ മംശാക്, മനുഷ്യ നീ നല്ലത് ചെയ്തു, നീ ഏറ്റവും നല്ല കാര്യം ചെയ്തു, നീ നിന്റെ നടത്തത്തെ നന്നാക്കി. ഫതബവ്വഅത മൻസിലം ഫിൽ ജന്നah, സ്വർഗ്ഗത്തിൽ നിനക്കിതാ ഒരു വീടിനെ തയ്യാറാക്കിയിട്ടുണ്ട്. വിശ്വാസികളെ, ഈ വേങ്ങരയിലെ തൊട്ടടുത്ത ഒരു പ്രദേശമായ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ട് എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ, ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് നമ്മൾ കണ്ടാൽ, ഒരു നോട്ടീസ് നമ്മുടെ കൈകളിലേക്ക് എത്തിയാൽ, അത് നേടിയെടുക്കുവാൻ, അതിലേക്ക് എത്തിപ്പെടാൻ, അവിടേക്ക് ആളെ കൂട്ടാൻ നമ്മൾ കാണിക്കുന്ന ഒരു താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യത്തെക്കാൾ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു വീട് നേടിയെടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. അതുപോലെ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ് സൂക്ഷ്മത, തഖ്വ. അത് പരിശുദ്ധ റമദാനിൽ മാത്രം ഉണ്ടാകേണ്ടത് ഒന്നല്ല. ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? സൂക്ഷ്മത ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എല്ലാ വിജ്ഞാന വേദികളിലും എല്ലാ ഖുത്ബകളിലും എല്ലാ ഇൽമിന്റെ മജ്ലിസിലും നമ്മൾ കേൾക്കുന്ന വചനമാണ്, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. ജീവിതത്തിൽ തെറ്റ് സംഭവിക്കാം, പോരായ്മകൾ സംഭവിക്കാം, ന്യൂനതകൾ സംഭവിക്കാം, പക്ഷേ തൗബ ചെയ്യണം, മടങ്ങണം. പക്ഷെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹ് പറയുന്നു, ലാകിനില്ലദീന തഖൗ റബ്ബഹും ലഹും ഖുറഫും മിൻ ഫൗഖിഹാ ഖുറഫും മബ്നിയ. തന്റെ രക്ഷിതാവിനെ സൂക്ഷിച്ചവനിക്ക് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു ഭവനമാണ് അവൻക്ക് ഗിഫ്റ്റായിട്ട് നൽകുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹനെ സൂക്ഷിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് സ്വർഗം. ആ സ്വർഗത്തിൽ ഒരു വീട് അല്ലാഹ് നമുക്ക് തരും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ തർക്കം ഉപേക്ഷിച്ചാൽ, ഏതെങ്കിലും രൂപത്തിലുള്ള തർക്കങ്ങൾ നടക്കുമ്പോ ആ തർക്കത്തിൽ നിന്ന് നമ്മൾ പിന്മാറിയാൽ, കളവ് പറയാതിരുന്നാൽ, സൽസ്വഭാവം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, എല്ലാം ആ പരലോകത്ത് നമുക്ക് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭവനം നമുക്ക് നിർമ്മിച്ചു തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ റബ്ബിന്റെ അടിമകളുടെ
ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് ഭൂമിയിലൂടെ നടക്കുമ്പോ വിനയാനിതരായിക്കൊണ്ടാണ് അവര് നടക്കുക. അഹങ്കാരമില്ലാതെ, കാപഠ്യമില്ലാതെ, വഞ്ചനയില്ലാതെ, മനസ്സ് ക്ലിയർ ആയിക്കൊണ്ടാണ് നടക്കേണ്ടത്. ഇബാദുർ റഹ്മാൻ അതൊരു വിശാലമായ നമ്മൾ പഠിക്കേണ്ട മേഖലയാണ്. പരമകാരുണ്യകന്റെ അടിമകൾ, പരമത്തോടും കാരുണ്യം കാണിക്കുന്ന, എല്ലാറ്റിനോടും കാരുണ്യം കാണിക്കുന്ന ആ റബ്ബിന്റെ അടിമകൾ അല്ലേ? വെള്ളം, വായു, ഭക്ഷണം. സുബഹി നമസ്കരിക്കാത്തവനക്കും അല്ല കൊടുക്കും വെള്ളം അല്ലേ? പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കുലിയുടെ ശബ്ദം കേട്ട് മണിക്കൂറുകളോളം പുതച്ച് മൂടിക്കിടക്കുന്നവനക്കും അല്ല കൊടുക്കും അന്നം. അതാണ് പ്രിയപ്പെട്ടവരെ റഹ്മാൻ. ആ റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ ഗുണം അല്ല പറഞ്ഞപ്പോ അല്ല പറയാണ് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ആ പരമകാരുണ്യകന്റെ അടിമകള് ഭൂമിയിലൂടെ നടക്കുമ്പോ വിനയാനിതനായിക്കൊണ്ടായിരിക്കും അവര് നടക്കുക. അങ്ങനെ സൽസ്വഭാവത്തെ കൊണ്ടുവന്നാൽ, നല്ല ആളായിട്ട് മാറിയാൽ, ജീവിതത്തിൽ തഖ്വ കൊണ്ടുവന്നാൽ ഒക്കെ റബ്ബ് നമുക്ക് നൽകുന്ന വലിയൊരു നിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്വർഗത്തിലൊരു വീടാണ്. അപ്പൊ ഈ വീടിന് വേണ്ടി നമ്മൾ കുടുംബം മൊത്തം നമ്മൾ പരിശ്രമിക്കണം. അപ്പോ നമ്മുടെ കുടുംബം എന്ത് ചെയ്യണം? ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിലൂടെ കടന്നു പോകണം. അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. അവിടെ അമാനി മൗലവിയുടെ തഫ്സീർ ഓരോ ദിവസവും കുറച്ച് പേജെങ്കിലും അല്ലെങ്കിൽ കുറച്ച് വരിയെങ്കിലും വായിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാകണം. രാവിലത്തെയും വൈകുന്നേരത്തെയും അദ്കാറുകൾ ചെല്ലുന്ന വീടുകളാകണം. അവിടെ മജ്ലിസിൽ ഇൽമുണ്ടാകണം. അവിടെ മകന്റെയും മകളുടെയും ഒക്കെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവരുടെ സങ്കടങ്ങളും കേൾക്കുന്ന ഒരു ഇടമായി മാറണം. ആ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ കുടുംബത്തോടൊപ്പം വിശാലമായി കിടക്കുന്ന ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമാകണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കുടുംബത്തോടൊപ്പം നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുകയാണ്. ഇന്ന ഫിൽ ജന്നതി ഉറഫാ, സ്വർഗത്തിൽ ചില മുറികളുണ്ട്, ചില റൂമുകളുണ്ട്. എത്ര പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ! തുറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ളുഹൂരിഹാ. പുറംഭാഗം അകത്ത് നിന്നും അകംഭാഗം പുറത്ത് നിന്നും കാണാവുന്ന ചില സുന്ദരമായ മുറികൾ സ്വർഗത്തിനുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ ആ സദസ്സിൽ നിന്നൊരു ഗ്രാമീണൻ ചോദിക്കുകയാണ്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അതാർക്കുള്ളതാണ്? വിശ്വാസികളെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ചോദിച്ചതൊരു ഗ്രാമീണനാണെങ്കിലും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഇത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് ലഭിക്കുന്നത് ആ മുറികളാണ്, സ്വർഗത്തിലെ മുറികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലിമൻ അത്വാബൽ കലാം, സംസാരം നന്നാക്കുന്നവർക്കുള്ളതാണ്. നല്ല രൂപത്തിൽ സംസാരിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത് വല്ലാത്തൊരു വാചകമാണ്. ഒരുപാട് ഹദീസ് നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫല്യഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ പറയുകയാണെങ്കിൽ നല്ലത് പറയാം. പിന്നെ ചില ആളുകളുടെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാ കാര്യങ്ങളും അറിയണം. ഇപ്പൊ നമ്മളുമായി ബന്ധപ്പെട്ട രണ്ടുപേര് സംസാരിക്കുകയാണെങ്കിൽ അവരെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരോട് പോയി ചോദിക്കുക, എന്താ നിങ്ങൾ പറഞ്ഞത്? വിശ്വാസികളെ, നമ്മളുമായി ബന്ധപ്പെട്ട വിഷയമല്ല എങ്കിൽ കഴിവിന്റെ പരമാവധി സംസാരത്തെ കുറക്കുകയാണ് നല്ലത്. സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയണം, അല്ലെങ്കിൽ ഔലിയസ്മുത്ത്, മിണ്ടാതിരിക്കണം. നോക്കൂ, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പിന്നെ ആർക്കാണ് ആ മുറികളുള്ളത്? ഭക്ഷണം നൽകിയവൻക്ക്. അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, പഠിച്ചോനെ, ഈ കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ ഭക്ഷണം കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടോ, പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഇപ്പൊ ഉണ്ടാവും നമ്മൾ കരുതും. പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകളുണ്ട്
എത്രയോ ആളുകളുണ്ട്, നിങ്ങൾ അങ്ങാടിയിൽ കണ്ടിട്ടില്ലേ, വയസ്സായ വൃദ്ധരായ മാതാപിതാക്കൾ, ശാരീരികമായ വൈകല്യമുള്ള ആളുകള്, അവര് പല രൂപത്തിലുള്ള ജോലി ചെയ്ത് അവര് സമയം ചെലവഴിക്കുന്ന കണ്ടില്ല. എന്തിനു വേണ്ടിയിട്ടാ? വലിയ കോടീശ്വരനാകാനല്ല, ഒരു നേരത്തെ അന്നം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ വിവാഹത്തിന്റെ പേര് പറഞ്ഞ് എത്ര ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന പേര് പറഞ്ഞ് തള്ളിക്കളയാണ് ജനങ്ങൾ, തട്ടിക്കളിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്കൊന്നും അതിന്റെ പ്രാധാന്യമൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗസയിലൊക്കെ നമ്മൾ കണ്ടില്ലേ, പിഞ്ചോമന മക്കള്, അവര് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കരയിഞ്ഞ് അല്ലെ, എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ അവർ കഴിച്ചിരുന്നതൊക്കെ നമ്മൾ കേൾക്കുമ്പോ നമ്മുടെ മനസ്സൊന്ന് പിടയണ്ടേ, നമ്മൾ അള്ളാഹിനോട് ഹംദ് പറയണ്ടേ. അതുകൊണ്ട് ആ ഭക്ഷണത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ സ്വഹാബിയായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, യാ അബൂദർ, അബൂദറേ, ഇദാ തബഖത മറഖതൻ ഫഅക്സിർ മാഅഹാ. അബൂദറേ, നീ കറിയെങ്ങാനും പാകം ചെയ്യുകയാണെങ്കിൽ, നീ ചാറുണ്ടാക്കിയാൽ അതിൽ അല്പം നീ വെള്ളം ചേർത്തിട്ടെങ്കിലും നിന്റെ അയൽവാസിയെ നീ പരിഗണിക്കുകയെന്നാണ്. നമ്മളെന്താ കരുതുക, എന്റെ അയൽവാസൊക്കെ നല്ല 2 നില വീടുള്ള മനുഷ്യനല്ലേ, ഓനൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നവനാകും കരുതണ്ട. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, വളരെ പ്രയാസത്തിലായിരിക്കാം. പണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം സ്പെഷ്യലായി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പാത്രം, ആ പാത്രത്തിന്റെ മേലെ ഒരു പാത്രം വെച്ചിട്ട് അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. കുട്ടികൾ മത്സരിക്കുകയായിരുന്നു, ഞാൻ കൊടുക്കാം. ഇന്ന് നമ്മുടെ മക്കൾക്ക് ആരാണ് അയൽവാസികൾ എന്ന് പോലും അറിയില്ല, ആരാണ് നമ്മുടെ കുടുംബങ്ങൾ എന്ന് പോലും അറിയില്ല. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾക്ക് പോലും അതിന് പ്രായശ്ചിത്തമായി ഭക്ഷണം കൊടുക്കുന്ന വിഷയമാണ് നമ്മെ പഠിപ്പിച്ചുള്ളത്, അല്ലെ? അള്ളാന്റെ മാർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ആളുകളുടെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാനിലൂടെ പഠിപ്പിച്ചു. വയുതഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. ഭക്ഷണത്തോടെ പ്രിയമുള്ളതോടൊപ്പം അവർ പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക്, അനാഥകൾക്കൊക്കെ അവർ ഭക്ഷണം കൊടുക്കും. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. എന്നിട്ട് അവർ പറയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് നിങ്ങളുടെ ഒരു നന്ദി പ്രകടനം ആഗ്രഹിച്ചുകൊണ്ടല്ല, ഞങ്ങളിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിഷ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഭവ്യതയോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളെ കാണുമ്പോൾ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. എപ്പോഴും നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്ത്? ഒരു കർമ്മം ചെയ്യുമ്പോ, സഹായിക്കുമ്പോ, ആളുകൾക്ക് ഹിദ്മത്ത് ചെയ്യുമ്പോ നിയ്യത്ത് മാറരുത്. ഞാൻ നല്ല കൊടുക്കനാണെന്ന് എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ എല്ലാവരും നമ്മെക്കുറിച്ച് നല്ല അഭിപ്രായം പറയാവൂ, ആ മനുഷ്യൻ നല്ല ആളാട്ടോ, അതോടുകൂടി ഇവിടുന്ന് അതിന്റെ കൂലി കഴിഞ്ഞു. നേരെ മറിച്ച് അള്ളാന്റെ പ്രതിഫലമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എന്നിട്ട് അവര് പറയാണ്, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്നൊരു നന്ദി പ്രകടനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ, മുഖങ്ങൾ ചുളിഞ്ഞു പോകുന്ന, മുഖങ്ങൾ ഭയവിഹ്വലരായി പോകുന്ന ഒരു ദിവസത്തെ ഞങ്ങൾക്ക് വല്ലാത്ത ഭയമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് റബ്ബിന്റെ മാർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ പറയുമ്പോ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുടുംബത്തില് ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കലുണ്ടോ? എന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ച്, ഭക്ഷണം ചോദിച്ച് നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നിൽക്കുന്നവൻക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ സ്വർഗത്തിലെ ഭവനം നമുക്ക് നേടിയെടുക്കാം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅദാമ സിയാം,
സ്ഥിരമായി നോമ്പ് നോൽക്കുന്ന വ്യക്തികൾക്കും അത് ലഭിക്കുന്നതാണ്. നിശാന്ത രാത്രിയിൽ ജനങ്ങളെല്ലാവരും മൂടിപ്പുതച്ച് സുന്ദരമായി കിടന്നുറങ്ങുമ്പോ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ തന്റെ ശരീരത്തെ കിടപ്പറയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയി. രാത്രി നമസ്കരിക്കുന്ന ആളുകളിലെ ആ നമസ്കരിക്കുന്ന ആളുകൾക്കും നാളെ പരലോകത്ത് സ്വർഗത്തിൽ അല്ലാഹു ഒരു വീടുണ്ടാക്കി കൊടുക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം ചെയ്യാനുള്ള വിഷയങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അതുകൊണ്ട് ആ സ്വർഗത്തെ റബ്ബിനോട് ചോദിക്കുക തന്നെ വേണം. ആ സ്വർഗത്തെ നിരന്തരമായി റബ്ബിനോട് ചോദിക്കണം, ആത്മാർത്ഥമായി കൊണ്ട് ചോദിക്കുവാൻ കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചതുപോലെ, സ്വഹാബത്ത് സന്തോഷ വാർത്ത അറിഞ്ഞിട്ടും ചോദിച്ചതുപോലെ ആ സ്വർഗത്തെ ചോദിക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അഹങ്കാരിയിൽ കൊടുമുടിയുടെ ഉന്നതിയിൽ നിന്നിരുന്ന ഫിറൗൻ എന്ന അധികാരിയുടെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നല്ല സ്ത്രീയുടെ ഒരു ഉദാഹരണം പഠിപ്പിച്ചിരുന്നുണ്ട് അല്ലേ. ഈ സത്യവിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിലെ ഒരുപാട് പ്രയാസങ്ങളും നൊമ്പരങ്ങളും ആവലാദികളും വേവലാദികളും അനുഭവിച്ച ആ ആസിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ റബ്ബ് പറഞ്ഞത്? വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. വിശ്വാസികൾക്ക് ഒരു ഉപമയായി അല്ലാഹു ഫിർഔനിന്റെ ഭാര്യയെ എടുത്തു കാണിച്ചിരിക്കുന്നു. എത്ര പരീക്ഷണങ്ങളാണ് ആ വനിത ഏൽക്കേണ്ടി വന്നത്. മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹയെ പോലെ, അതുപോലെ തന്നെ ഉമ്മ അമ്മാറ റളിയല്ലാഹു അൻഹയെ പോലെ ചരിത്രത്തിന്റെ താളുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സഹോദരിമാരെ, നിങ്ങൾക്ക് മാതൃകയാക്കുവാനുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഇവിടെ അല്ലാഹു ഉദാഹരണമായി എടുത്തു പറഞ്ഞത് ഫിർഔനിന്റെ ഭാര്യയെയാണ്. എന്താണ് അവർ പറഞ്ഞത്, പ്രാർത്ഥിച്ചത്? ഇദ് ഖാലത് റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. ആ പെണ്ണ് പ്രാർത്ഥിക്കുകയാണ്, എന്റെ റബ്ബേ, എനിക്ക് നിന്റെ അടുക്കൽ നീ സ്വർഗത്തിൽ ഒരു ഭവനം എനിക്ക് ഉണ്ടാക്കി തരണമേ. നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചു പോയോ? എന്നിട്ട് അവര് പറഞ്ഞു പോകുന്നു, വനജ്ജിനീ മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിർഔനിൽ നിന്നും അവന്റെ അക്രമങ്ങളിൽ നിന്നും റബ്ബേ എന്നെ നീ രക്ഷപ്പെടുത്തണേ. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന നോക്കൂ. ആ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി കൊണ്ടുപോകണം. ആ സ്വർഗത്തിന് വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ നിർവഹിക്കണം. അങ്ങനെ ആ പരലോകത്തെക്കുറിച്ച് ഓർക്കാൻ, നരകത്തെക്കുറിച്ച് ഓർക്കാൻ, കുടുംബത്തോടൊപ്പം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാരാണ്? ഒരുപാട് സമ്പത്തുള്ളവനല്ല, ഒരുപാട് അംഗീകാരങ്ങൾ നേടിയെടുത്തവനല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവനാകണം, അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കുന്നവനാകണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരിക്കലും നമുക്കൊരു ഒഴിവ് കഴിവ് പറയാൻ പറ്റാത്തൊരു മേഖലയാണ്. എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എനിക്കറിയാൻ കഴിഞ്ഞില്ല, ഞാനത് അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ നമുക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഒരു വിരൽ തുമ്പിൽ ഇരുന്നാണ് അങ്ങേ അറ്റത്തുള്ള ഒരാളെ നമ്മൾ ഇവിടുന്ന് കാണുന്നത്. അത്രയേറെ വിശാലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ സഹോദരിമാരെ, രക്ഷിതാക്കളെ, ആ പരിശുദ്ധ ഖുർആനുമായി കൊണ്ട് നമ്മുടെ ബന്ധം എവിടെയാണ്? ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ കുടുംബങ്ങളിൽ പാരായണം ചെയ്യുന്ന സിസ്റ്റം നമുക്കുണ്ടോ? കഴിഞ്ഞ റമളാനിൽ ഖത്തം തീർത്ത എത്രയോ ആളുകളുണ്ട്. അതിനുശേഷം പിന്നെ ഖുർആൻ തൊടാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. നമ്മൾ തിരക്കിലാണ്, നമ്മൾക്ക് ബിസിയാണ്, എനിക്കൊന്നിനും സമയമില്ല. വിശ്വാസികളെ, സമയം കണ്ടെത്തി ആ സ്വർഗത്തിന് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ മത്സരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആ വിശുദ്ധ ഖുർആൻ മാറ്റിയത് എത്ര വലിയ മാറ്റങ്ങളാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാത്തവരാരും നമ്മുടെ കൂട്ടത്തിലില്ല.
ഉക്കാല ചന്തയിലെ പോക്കിരിയായിരുന്ന, എല്ലാവരെയും വിരട്ടിയിരുന്ന, എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്ന, ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ റളിയല്ലാഹു എന്ന് പറഞ്ഞുവാൻ കാരണമായി തീർന്ന ആ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയത് വിശുദ്ധ ഖുർആനായിരുന്നു. അല്ലേ? ആ വിശുദ്ധ ഖുർആനായിരുന്നു. സ്വഹാബത്ത് ഓതുമ്പോ കരയുമായിരുന്നു, കണ്ണുകൾ നിറയുമായിരുന്നു. നമ്മൾ പാരായണം ചെയ്യുമ്പോ നമ്മുടെ കണ്ണ് നിറയണില്ല, നമ്മുടെ കണ്ണ് നിറയുന്നില്ല, നമ്മുടെ കൽബ് പിടയുന്നില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ? നമുക്കതിന്റെ അർത്ഥമറിയില്ല, നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ബോധമില്ല. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അവരുടെ ഹൃദയങ്ങൾ എന്താ പൂട്ടിവെച്ചിരിക്കുകയാണോ എന്ന് റബ്ബിന്റെ ചോദ്യമാണ്. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ മുതലാക്കണം പ്രിയപ്പെട്ടവരെ. ആ വിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റിയാൽ, അത് കുടുംബത്തിലേക്ക് കൊണ്ടുവന്നാൽ, അത് കൂട്ടുകാർക്കിടയിൽ കൊണ്ടുവന്നാൽ, അത് സഹോദരിമാർക്കിടയിൽ കൊണ്ടുവന്നാൽ, കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. വിശ്വാസികളെ, നമ്മൾ പറഞ്ഞത് ആ വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഒരാൾ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് ശ്രവിക്കുന്ന നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം എത്രയാണ്. അപ്പൊ നമ്മൾ സ്വന്തമായി ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അതിന്റെ അർത്ഥതലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ആത്മ നിർവൃതിയുണ്ട്. അത് നമ്മൾ നേടിയെടുക്കേണ്ടത് നമ്മൾ ഈ ദുനിയാവിലാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തോടെ ആത്മാർത്ഥമായി കൊണ്ടുള്ള നാളെ പരലോകത്തിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം, രാവിലെ മുതൽ തുടങ്ങി വൈകുന്നേരം വരെ ആത്മാർത്ഥമായി കൊണ്ടതിനു വേണ്ടിയുള്ള പരിശ്രമം, അങ്ങനെ നമ്മൾ പരിശ്രമിച്ച് കുടുംബത്തോടൊപ്പം ആ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ആ സ്വർഗം നേടിയെടുക്കുവാനും ആ സ്വർഗത്തിൽ ഒരു വീട് നേടിയെടുക്കുവാനും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിലൂടെയുള്ള ജീവിതത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളറിയാതെ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും ആ മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്നുള്ളതാണ്. അവിടെ കുബേരനെന്നോ കുചേലനെന്നോ പണിക്കാരനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അത് അനുഭവിക്കുമെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ആ മരണമങ്ങ് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഈ ദുനിയാവിന്റെ നൈമിഷികമായ എല്ലാ അവസ്ഥകളെയും മനുഷ്യൻ തിരിച്ചറിയും. ഇവിടെ ഞാൻ കണ്ടിരുന്നതും ചെയ്തിരുന്നതും ഒന്നുമല്ലല്ലോ റബ്ബേ. അതുകൊണ്ട് റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ ഒരൽപ സമയം എനിക്കൊന്ന് പിന്തിപ്പിച്ചു തരുമോ റബ്ബേ, ഞാൻ നല്ല മനുഷ്യനായിക്കൊള്ളാം, നല്ല പോലെ നിസ്കരിച്ചോളാ, പരിശുദ്ധ ഖുർആൻ ഞാൻ പാരായണം ചെയ്തോളാ, എല്ലാ നന്മകളും A to Z വരെ ഞാൻ മത്സരിക്കാം, റബ്ബേ എന്നെ പിന്തിപ്പിച്ചു തരണമെന്ന് മനുഷ്യൻ കെഞ്ചുമ്പോ നമ്മുടെ കൽബറിയുന്ന റബ്ബ് നമ്മളോട് പറയുകയാണ്, കല്ലാ, ഒരിക്കലുമില്ല മനുഷ്യ, ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്ക് മാത്രമാണ്. ആ റബ്ബിന്റെ മറുപടി അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണ്ടേ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി എന്ത് നന്മകളാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു പോയത്, ഇന്നത്തെ മയ്യത്തിനെ അതാ നാളത്തെ മയ്യത്തുകൾ കൊണ്ടുപോകുന്നു എന്നാണ്. എത്ര അർത്ഥവക്തമായ വാക്കുകളാണ് അല്ലേ? അപ്പൊ ആ മരണത്തിന്റെ മുമ്പ് അമലുകൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? റെഡിയായി നിൽക്കണം അല്ലേ? ഒരു യാത്രക്കാരൻ തന്റെ യാത്രക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവനെ പോലെ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ഒരുങ്ങി നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ ആ മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങുമ്പോ മലായിക്കത്തുകൾ നമ്മളോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല. നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് നിങ്ങളിതാ സന്തോഷമടഞ്ഞുകൊള്ളുക.
എന്ന് ആ മലായിക്കത്തുകൾ പറഞ്ഞ് ആത്മനിർവൃതിയോടുകൂടി ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കർമ്മങ്ങളും ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ഒരു സംസാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇതുവരെ പറഞ്ഞ അല്ലാഹുവിന്റെ സുന്ദരമായ ഈ ദീനിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഈ വിനീതനെയും കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള ദുആ വസിയത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.